ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫയൽ മാനേജ്മെൻ്റ് ആണ്. അപ്പം ഫയൽ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കുകൾ പറഞ്ഞാൽ ഒരു പുതിയ ഡോക്യുമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻ്റ് എങ്ങനെ സേവ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് സേവ് ചെയ്ത് വെച്ചൊരു ഡോക്യുമെൻ്റ് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്തൊരു ഫയൽ എങ്ങനെ ക്ലോസ് ചെയ്യാം തുടങ്ങിയ ഓപ്പറേഷൻസൊക്കെയാണ് നമ്മളുടെ ഫയൽ മാനേജ്മെൻറ്റ് എന്ന ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നത്. ഏതൊക്കെയാണ് നമുക്കൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ദെൻ ക്രിയേറ്റ് ചെയ്തൊരു ഫയൽ നമുക്ക് സേവ് ചെയ്യുന്നത്, ദെൻ സേവ് ചെയ്തൊരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യുന്നത്, ദെൻ ഓപ്പൺ ചെയ്തൊരു ഫയലിനെ ക്ലോസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഫയൽ മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ വരുന്നത്. നമുക്ക് ഓരോരോ സബ് ടോപ്പിക്കും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് അങ്ങനെ ഒരു പുതിയൊരു ഫയലിനെ, അതായത് ഫയൽ എന്ന ഡോക്യുമെൻറ്റ്, പുതിയൊരു ഡോക്യുമെൻറ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻറ്റ്. അപ്പം നമ്മളുടെ MS വേർഡ് 2010 വേർഷന് മുൻപുള്ളക്കാണെങ്കിൽ നമുക്ക് ഒരു MS ഓഫീസിൻ്റെ ഒരു ബട്ടൺ കാണാം. പക്ഷേ പുതിയതിലൊക്കെ വരുന്നത് 2010 ഓൺവേർഡ്സ് വരുന്നത് ഒരു ഫയൽ മെനു ആയിട്ടാണ്. അപ്പം 10ൻ്റെ മുൻപൊക്കെ നമുക്ക് എന്താണ് ഒരു MS ഓഫീസ് ബട്ടൺ ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റിലൊക്കെ എന്താണ് നമുക്ക് ഒരു ഫയൽ മെനു തന്നെയാണ്. അപ്പം ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ക്ലിക്ക് ദി മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതായത് പുതിയ വെർഷനാണെങ്കിൽ ഒരു ഫയൽ മെനു ഉണ്ടാവും. അതായത് ഫയൽ മെനു ഇൻ MS വേർഡ് 2010. ബട്ട് 2010 അതുപോലത്തെ ഹയർ വേർഷനിലൊക്കെ ആണെങ്കിൽ ഫയൽ എന്ന മെനു തന്നെ ഉണ്ടാവും. അതായത് ഞങ്ങൾക്ക് ഡെമോ കാണുമ്പോൾ കാണിച്ചു തരാം ആ ഫയൽ മെനു. ദെൻ ഇപ്പോഴത്തേൽ നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ ന്യൂ എന്നൊന്ന് കാണാം. ഇപ്പോൾ ന്യൂ എന്നുള്ളതിൽ എന്ത് ചെയ്യുക, ഓപ്ഷനിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് പലതും വരും. ന്യൂ വരും, ഓപ്പൺ വരും, സേവ് വരും, സേവാസ് വരും, പ്രിൻ്റ് വരും, സെൻഡ് വരും, അങ്ങനെ പല പല ഓപ്ഷൻസ് വരാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് എന്താണ്, ന്യൂ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം ഒരു വിധത്തിൽ നമുക്ക് ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, MS ഓഫീസിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി വേറൊരു വഴിക്ക് നമുക്ക് ഫയലിനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ്, Ctrl+N കീബോർഡിൽ കൺട്രോൾ എന്ന കീയും N എന്ന കീയും ഒരുമിച്ച് പ്രസ് ചെയ്താൽ നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് പുതിയൊരു ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ഒന്നല്ലെങ്കിൽ MS ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് Ctrl+N കീബോർഡിലെ Ctrl+N പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫയലിൽ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പല ടൈപ്പ് ഫയൽ വേണം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ബ്ലാങ്ക് ഡോക്യുമെൻറ്റോ ഇനി ലെറ്റർ ടൈപ്പോ എന്ത് ടൈപ്പ് വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യു ഹാവ് മെനി ചോയ്സസ് അബൌട്ട് ദി ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ് യു ക്യാൻ ക്രിയേറ്റ്. ഇഫ് യു വിഷ് ടു സ്റ്റാർട്ട് ഫ്രം എ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ദെൻ ക്ലിക്ക് ബ്ലാങ്ക്. അതായത് നമ്മളധികവും നമ്മളിപ്പം പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് വെച്ചിട്ടല്ലേ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ പല പല ടൈപ്പ് ഡോക്യുമെൻറ്റ് ഇതിൽ അവൈലബിൾ ആണ്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സാധാരണ ഒരു പ്രൊജക്റ്റ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ ബ്ലാങ്ക് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ MS ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക, ബ്ലാങ്ക് ആണെങ്കിൽ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മളിപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തല്ലോ, ആ ഒരു ഇനിയിപ്പോൾ ക്രിയേറ്റ് ചെയ്യില്ല, നമ്മളിപ്പോൾ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തൊരു ഫയൽ എന്ത് ചെയ്യും, നമ്മൾ സേവ് ചെയ്യും. ആ സേവ് ചെയ്ത ഫയൽ നമുക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ നോക്കാം. സേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇങ്ങനെയാണ് ഫയൽ സേവ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മൾ സേവ് ചെയ്ത് വെക്കും. ആ സേവ് ചെയ്ത സാധനം എങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ക്ലിക്ക് ഓൺ MS ഓഫീസ് ബട്ടൺ ആൻഡ് ക്ലിക്ക് ഓപ്പൺ. എന്ത് ചെയ്യുക, MS ഓഫീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അവിടെ ഓപ്പൺ എന്നൊരു ഓപ്ഷൻ കാണാം. നേരത്തെ ഇതിൽ പിക്ചറിൽ നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ അതാണ്ടോ MS ഓഫീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, രണ്ടാമത്തെ കണ്ടില്ലോ ഓപ്പൺ തന്നെ, ആ ഒരു ഫോൾഡർ ഓപ്പൺ തന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ MS ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, Ctrl+O തന്നെ കീബോർഡിൽ കീ പ്രസ് ചെയ്താൽ മതി, Ctrl+O. ഒന്നല്ലെങ്കിൽ നമ്മൾ MS ഓഫീസിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എന്നത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+O. If you have recently used the document, you can click the MS Office button and click the name of the document in the recent document section of the window. Insert picture of recent docs. അതായത് നമ്മളിപ്പം റീസെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന കുറേ ഡോക്യുമെൻ്റ് ആവും അല്ലേ. അതായത് ഇപ്പം തൊട്ട് മുമ്പ് ചെയ്ത കുറേ ഡോക്യുമെൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ലിസ്റ്റായിട്ട് കാണാം. അതായത്
നമ്മൾ MS ഓഫീസ് ബട്ടണിൽ പ്രസ് ചെയ്താൽ നമുക്ക് റീസെൻറ്റ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റീസെൻ്റായി ചെയ്ത കുറേ എന്ത് ചെയ്യുക ഡോക്യുമെൻറ്റ്സിനെ കാണാം. അപ്പോൾ ഏതെങ്കിലും അതിപ്പോൾ അതിൻ്റെ നേരെ നമ്മളുടെ മൗസ് വെച്ചിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് റീസെൻ്റായിട്ട് ചെയ്ത ഫയലിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഈച്ച് മെത്തേഡ് വിൽ ഷോ എ ഓപ്പൺ ഡയലോഗ് ബോക്സ്, ചൂസ് ദി ഫയൽ ആൻഡ് ക്ലിക്ക് ഓപ്പൺ ബട്ടൺ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ റീസെൻ്റായിട്ട് കുറേ ഫയൽ വരും, അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ വേണ്ടത് അതിനെ ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് ചെയ്തെടുത്താൽ മതി. അപ്പം ഒരു എക്സിസ്റ്റിംഗ് ഡോക്യുമെൻ്റ് നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, MS ഓഫീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിലോ Ctrl+O, അതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+O. ഇനി നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്ത് വെച്ച കുറേ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, MS ഓഫീസിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ റീസെൻറ്റ് തന്നെ ഒരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത കുറേ ഡോക്യുമെൻറ്റ് കാണാം. അപ്പോൾ ഏതെങ്കിലും വേണ്ട ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഒരു എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റിനെ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഒരു ഡോക്യുമെൻറ്റ് എങ്ങനെയാണ് സേവ് ചെയ്യാൻ നോക്കാം. അതും വളരെ സിമ്പിളാണ്. ക്ലിക്ക് ഓൺ MS ഓഫീസ് ബട്ടൺ ആൻഡ് ക്ലിക്ക് സേവ് ഓർ സേവ് ആസ്. നമുക്ക് രണ്ട് വഴിക്ക് സേവ് ചെയ്യാം, ഒന്ന് സേവ് അല്ലെങ്കിൽ സേവ് ആസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യാം, MS ഓഫീസിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്, Ctrl+S, കീബോർഡിൽ Ctrl+S എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഫയലിനെ സേവ് ചെയ്യാൻ പറ്റും. ഓർ ക്ലിക്ക് ദി ഫയൽ ഐക്കൺ ഓൺ ദ ക്വിക്ക് ആക്സസ് ടൂൾ. അല്ലെങ്കിൽ ഒരു വേറെ ഷോർട്ട് കട്ട് ഉണ്ട്, സേവ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് കട്ട്. അതായത് ഇവിടെ ഒരു ബ്ലൂ കളറിലൊരു ഫയൽ എന്നൊരു സംഭവം കാണാം അല്ലേ, ഒരു ഫയലിൻ്റെ ഐക്കൺ ആയിട്ടുള്ള ഇത് ഏറ്റവും നമ്മുടെ MS ഓഫീസ് ബട്ടൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ചെറിയ ഐക്കൺ ഉണ്ടല്ലോ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 വഴിക്ക് നമുക്ക് സേവ് ചെയ്യാം. ഒന്ന് ഷോർട്ട് കട്ടാണ്, അതായത് ഒന്ന് നമുക്ക് MS ഓഫീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സേവ് അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കാം. പിന്നെ വേറൊരു വഴി എന്താണ്, Ctrl+S, കീബോർഡിൽ Ctrl+S പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സേവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നിന്നുണ്ടാവും നമ്മളുടെ ഒരു ഫയൽ ഐക്കൺ കാണാം, സേവ് ചെയ്യാനുള്ളൊരു ഐക്കൺ കാണാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ സേവ് ചെയ്യാൻ പറ്റും. അവിടെ ഇപ്പം ക്ലിക്കിൽ സേവും ഉണ്ടാവും, സേവ് ആസും ഉണ്ടാവും. അപ്പോൾ സേവും സേവ് ആസും നമ്മളുടെ ഡിഫറൻസ് പറയാം. നമ്മളിപ്പോൾ ഒരു നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത്, ഒരു പുതിയ ഫയൽ, ഒരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് അത് നമ്മൾ ഫസ്റ്റത്തെ പ്രാവശ്യം നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സേവ് ആണ് ക്ലിക്ക് ചെയ്യുക. അത് Ctrl+S അടിച്ചാലും സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളൊരു ലൊക്കേഷനിലേക്ക് സേവ് ചെയ്ത് വെച്ച്, പിന്നെ നമുക്ക് അതേ ഫയലിനെ തന്നെ വേറെ ഏതെങ്കിലും ഫോൾഡറിലേക്ക് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മളുടെ MS ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ആസ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേറെ ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് ഒരേ ഫയൽ തന്നെ മറ്റൊരു ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുക, നമ്മൾ സേവ് ആസ് എന്ന് ഉപയോഗിക്കുക. അപ്പോൾ സേവ് ആസ് ചെയ്യുമ്പോൾ ഫയലൊന്നും ഒരു മാറ്റമില്ല, സെയിം കണ്ടൻറ്റാണ് അതിലും വരിക, പക്ഷേ വേറെ ലൊക്കേഷനിൽ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് സേവ് ആസ് ഉപയോഗിച്ചാൽ മതി. അതാണ് സേവും സേവ് ആസും തമ്മിൽ വ്യത്യാസം. അത് പിന്നെ ഒരു ഇത് എല്ലാവർക്കും അറിയാം എന്താണ് സേവും സേവ് ആസും തമ്മിലല്ലേ. അതായത് നമ്മളൊരു ഫസ്റ്റ് നമ്മളൊരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യുമ്പോൾ സേവ് ആയിരിക്കും, അതായത് സേവ് എന്ന് പറഞ്ഞതാണ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് സേവ് ആയി. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഇപ്പം ഡെസ്ക്ടോപ്പ് ഉണ്ട്, C ഡ്രൈവ് ഉണ്ട്, D ഡ്രൈവ് ഉണ്ട്, E ഡ്രൈവ് ഉണ്ട്, കുറേ ഡ്രൈവുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നപ്പോൾ ഡെസ്ക്ടോപ്പിലേക്കാണ് വിചാരിച്ചോ, ഇനി നമുക്ക് വിചാരിക്കുക അത് എനിക്ക് D ഡ്രൈവിലേക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഞാൻ സേവ് ആസ് തന്നെ ഓപ്ഷനാണ് ചൂസ് ചെയ്യുക. അപ്പോൾ സേവ് ആസ് ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പം എവിടേക്കാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടതെന്ന് കമ്പ്യൂട്ടർ നമ്മോട് ചോദിക്കുക. അപ്പോൾ നമ്മൾ ആ പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഫോൾഡറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് അറ്റ് എ ടൈമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിൽ കൂടുതൽ ഡോക്യുമെൻറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. സെവറൽ ഡോക്യുമെൻറ്റ്സ് ക്യാൻ ബി ഓപ്പൺഡ് സൈമിൾട്ടേനിയസ്ലി. നമുക്ക് അറ്റ് എ ടൈമിൽ തന്നെ എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒന്നിൽ കൂടുതൽ എത്ര ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓൾ ഓപ്പൺഡ് ഡോക്യുമെൻറ്റ് ആർ ലിസ്റ്റഡ് ഇൻ ദി വ്യൂ ടാബ് ഓഫ് ദി റിബൺ. അപ്പോൾ വ്യൂ ടാബ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഓപ്പൺ ചെയ്ത ഡോക്യുമെൻറ്റ്സിലും നമുക്ക് കാണാൻ പറ്റും. വ്യൂ ടാബിൽ പോയാൽ എല്ലാ ഓപ്പൺ ചെയ്ത ഡോക്യുമെൻറ്റ്സിലും നമുക്ക് കാണാൻ പറ്റും. കറണ്ട് ഡോക്യുമെൻറ്റ് ഹാസ് എ ചെക്ക് മാർക്ക് ബിസൈഡ് ദി ഫയൽ നെയിം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഫയലാണെങ്കിൽ അതിനൊരു ചെക്ക് മാർക്ക് ഉണ്ടാവും. അതായത് ഫയൽ നെയിമിൻ്റെ അടുത്തായിട്ട് എന്തുണ്ടാവും, ഒരു ചെക്ക് മാർക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾ ഡോക്യുമെൻ്റ് വെച്ച് വർക്ക് ചെയ്യുന്നത്. അതായത് ഒന്ന് കൂടുതൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈമിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. എല്ലാ ഓപ്പൺ ചെയ്ത ഡോക്യുമെൻ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂവിൽ, അതായത് ടാബിൽ നമ്മൾ റിബണിൽ വ്യൂ എന്ന് പറഞ്ഞ ടാബ് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു കറണ്ട് നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് നിൽക്കുന്ന കറണ്ട് ഡോക്യുമെൻ്റ് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും, ആ ഫയൽ നെയിമിൻ്റെ അടുത്ത് ഉണ്ടാവും ഒരു ചെക്ക് മാർക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും.
പിന്നെ ഇതിൽ വരുന്ന ഒരു അവസാനത്തെ ഒരു ഓപ്പറേഷൻ ആണത് ഒരു ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യാമെന്ന്. അപ്പോൾ ക്ലോസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഫ്രം ദി MS ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യും, ക്ലോസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഏകദേശം എല്ലാത്തിൻ്റെ അവസാനമായിട്ടാണ് കാണാനല്ലേ ക്ലോസ് അല്ലെങ്കിൽ എക്സിറ്റ് എന്നൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ MS ഓഫീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്ലോസ് എന്ന ഓപ്ഷനിൽ ചൂസ് ചെയ്താൽ മതി. MS ഓഫീസ് ക്ലിക്ക് ചെയ്യുക, ക്ലോസ് തന്നെ ഓപ്ഷൻ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളുടെ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പറായിട്ട് കാണാം ഒരു ഇൻറ്റു മാർക്ക് അല്ലേ, ഫ്രം ദ റൈറ്റ് അപ്പർ കോർണർ ഓഫ് ദി വിൻഡോ. നമ്മളെ വിൻഡോൻ്റെ ഏറ്റവും ടോപ്പ് റൈറ്റിൽ എന്ത് കാണാം, നമുക്കൊരു ഇൻറ്റു മാർക്ക് കാണാം. ആ ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡോക്യുമെൻ്റ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലോസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. എന്താണ്, MS ഓഫീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ക്ലോസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്, നമ്മളുടെ വിൻഡോൻ്റെ ടോപ്പ് റൈറ്റിൽ എന്തുണ്ടാവും, ഒരു ഇൻറ്റു മാർക്ക് ഉണ്ടാവും. ആ ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ആ 3 ബട്ടൺ കണ്ടോ, ഒന്ന് മിനിമൈസ് ആണ്, ഒന്ന് മാക്സിമൈസ് ആണ്, ഒന്ന് ക്ലോസ് ആണ്. അപ്പോൾ ക്ലോസ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ മൾട്ടിപ്പിൾ ഡോക്യുമെൻ്റ് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫയൽ സേവ് ചെയ്യാൻ ഒന്നല്ലേ കൺട്രോൾ അല്ലെ സേവ് ബട്ടണിൽ MS ഓഫീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സേവ് അല്ലെങ്കിൽ സേവ് ആസ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ പോയിട്ട് ഫയലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും മതി. ഓപ്പൺ ചെയ്യാൻ വളരെ സുഖമാണ്. MS ഓഫീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ നിൽക്കുക, അല്ലെങ്കിൽ Ctrl+O. ക്രിയേറ്റ് ചെയ്യാൻ വളരെ സുഖമാണ്. എന്താണ്, MS ഓഫീസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+N, കീബോർഡിലെ Ctrl+N. ഈ ഒരു ലൈവ് ഡെമോ നമ്മൾ ഫയൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഒരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ദെൻ ക്രിയേറ്റ് ചെയ്തൊരു ഫയൽ എങ്ങനെ സേവ് ചെയ്യാം, സേവ് ചെയ്തൊരു ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്യാം, ഓപ്പൺ ചെയ്തൊരു ഫയൽ എങ്ങനെ ക്ലോസ് ചെയ്യാം, തുടങ്ങിയ കാര്യങ്ങൾക്കാണ് എന്ത് നമ്മൾ ഫയൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ്. ആ ഓപ്പറേഷൻസിൻ്റെ ലൈവ് ഡെമോ ആണെന്ത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അത് നമുക്ക് MS ഓഫീസ് വേർഡ് 2010 ഓപ്പൺ ചെയ്യാം. നമുക്ക് ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം 2010 മുമ്പുള്ള വെർഷനിലേക്കാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഒരു MS ഓഫീസിന്റെ ബട്ടൺ ഇവിടെ കാണാം അല്ലേ. പുതിയതിൽ നമുക്ക് ഫയൽ എന്നാണ് വരും, അതിലെന്തുണ്ട്, MS ഓഫീസിന്റെ ഒരു ബട്ടൺ ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഇതിൽ നമ്മൾ ഫയലാണ്. അപ്പം ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, പുതിയൊരു നമ്മൾ എന്താണ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു MS ഓഫീസിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എന്നൊരു ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഇല്ലേ, സേവ് ഉണ്ട്, സേവാസ് ഉണ്ട്, ഓപ്പൺ ഉണ്ട്, ക്ലോസ് ഉണ്ട്, ന്യൂ ഉണ്ട്, പ്രിന്റ് ഉണ്ട്, സേവ് ആൻഡ് സെൻഡ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, എക്സിറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ നമ്മളുടെ പർപ്പസ് ഇപ്പൊ എന്താണ്, പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഫയലില്ലെങ്കിൽ ഇതിൽ ഫയൽ ന്യൂ ആണ്. നമ്മളുടെ പഴയ വെർഷനിലൊക്കെ MS ഓഫീസിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ആണ്. അപ്പൊ ന്യൂ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. നമുക്ക് പല ടൈപ്പ് ഡോക്യുമെന്റിന് അവൈലബിൾ ആണ്. ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് അങ്ങനെ, അതായത് ഇപ്പൊ നമുക്ക് അസൈൻമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് ചൂസ് ചെയ്യുക. പിന്നെ ബ്ലോഗ് പോസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്, പിന്നെന്താണ് അങ്ങനെ കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ, അജൻഡാസ്, അവാർഡ്സ്, സർട്ടിഫിക്കറ്റ്, ബ്രോഷേഴ്സ്, ബഡ്ജറ്റ്, ബിസിനസ് കാർഡ്സ്, കലണ്ടേഴ്സ്, കോൺട്രാക്ട്, ഡയഗ്രാംസ്, അങ്ങനെ പലവിധത്തിലുള്ള ഡോക്യുമെന്റ് ഇതിൽ അവൈലബിൾ ആണ്. ലെറ്റേഴ്സ്, ഇൻവോയ്സ്, മെമോസ്, പലതും. പക്ഷെ നമുക്കിപ്പോൾ നമ്മളുടെ അധികവും നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ബ്ലാങ്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം, ബ്ലാങ്ക് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ആയി ഇവിടെ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഷോർട്ട് കട്ട് ഉണ്ട് Ctrl+N. ഷോർട്ട് കട്ടിൽ Ctrl+N എന്ന് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിലിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിനാണെങ്കിൽ ഇങ്ങനെയാണ് സേവ് ചെയ്യാൻ നോക്കാം. വെറുതെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പൊ സേവ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഫയലിൽ പോവുക, സേവ് എന്നുണ്ടാവും, സേവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റത്തെ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പൊ നമുക്ക് എങ്ങോട്ടാണോ സേവ് ചെയ്യേണ്ടത് അതിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. ഞാൻ തൽക്കാലം ഡെസ്ക്ടോപ്പിലേക്കാണ് സേവ് ചെയ്യുന്നത്. ദെൻ എന്താ അതിൽ പേര് ചെയ്യേണ്ടത്, ബയോഡാറ്റ എന്തെങ്കിലും പേര് കൊടുക്കുക. ഫയലിന്റെ പേര് എന്താണ് കൊടുക്കുക. അപ്പം ബയോഡാറ്റ എന്ന് കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ സേവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്തായി, എന്റെ ഫയൽ ഇവിടെ എന്തായി, സേവ് ആയി. ഇതൊരു വിധത്തില്
അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാമെന്നു കീബോർഡിൽ Ctrl+S പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യാമായിരുന്നു സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി സേവ് ചെയ്യാൻ വേറെ മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്, അതായത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഒരു സേവിന്റെ ഒരു ഐക്കൺ ഉണ്ട് തോന്നുന്നത്, ആ ഐക്കണാണ് ഇത്. അപ്പൊ ഈ ഒരു ബട്ടൺ ഉണ്ടാവും Ctrl+S സേവ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയലിനെ സേവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് മൂന്ന് വിധത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഒന്നല്ലെങ്കിൽ നമ്മൾ സേവ് കൊടുക്കുക, ഇത് ഫയലിൽ ക്ലിക്ക് ചെയ്ത് സേവ് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നല്ലെങ്കിൽ വേറൊരു ഇതാണ് Ctrl+S അടിക്കുക, അല്ലെങ്കിൽ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ പോയിട്ട് എടുക്കുക. ഇതിപ്പോ സേവ് എന്താണെന്നുണ്ട്. ഇനി സേവ് ആസ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു ഫയൽ സേവ് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കിത് വേറെ ലൊക്കേഷനിലേക്ക് വേണം സേവ് ചെയ്യാൻ പറ്റും. അതിന് എന്ത് ചെയ്താൽ മതി, ഫയലിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത ഡെസ്ക്ടോപ്പിലേക്കല്ലേ, എനിക്ക് വേറെ എന്തെങ്കിലും ലൊക്കേഷൻ ഇപ്പൊ സിയിലേക്കാണ്, അപ്പൊ സിയിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്തു. വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ്സോ ഡൗൺലോഡ്സോ എന്ത് ഫോൾഡറിലാണ് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സേവ് ചെയ്യാൻ പറ്റും. ഉണ്ടോ, അപ്പൊ വേറെ ലൊക്കേഷനിലേക്ക് ഇതിനെ സേവ് ആയി. ആദ്യത്തെ ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ, പിന്നെ ഇപ്പോൾ ഞാൻ മൈ ഡോക്യുമെന്റ് എന്ന വേറൊരു ഫോൾഡറിലേക്കാണ് ഇതിനെ സേവ് ചെയ്ത് വെച്ചത്. അങ്ങനെ നമുക്ക് ഏത് ലൊക്കേഷനിലേക്ക് വേണമെങ്കിൽ പറ്റും സേവ് ചെയ്യാൻ. നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി, സേവ് ആസ് എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇപ്പം സേവ് ചെയ്ത ഒരു കാര്യത്തിന് ഇനിയിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കാണിക്കാണ്. ഞാൻ സേവ് ചെയ്ത സാധനത്തെ ഞാൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ആ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഫയലിൽ പോവുക, ഓപ്പൺ കാണാം, അല്ലെങ്കിൽ MS ഓഫീസിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കാണാം. അപ്പൊ ഈ ഇവിടെ ഒരു ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ എവിടെയാണോ നമ്മളുടെ ലൊക്കേഷൻ നമ്മൾ സേവ് ചെയ്ത്, നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് അല്ലാത്ത സേവ് ചെയ്ത്, അപ്പൊ അവിടെ പോവാൻ എന്ത് ചെയ്യുക, ആ ഒരു ഫയലിൽ നമ്മൾ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ കൊടുത്താൽ എന്ത് ചെയ്യും, നമ്മൾ സേവ് ചെയ്ത ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സേവ് ചെയ്തൊരു ഫയലിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഒന്നില്ലെങ്കിൽ MS ഓഫീസിന്റെ ബട്ടൺ ഉണ്ടാവും, ഇതിലാണ് ഫയൽ. ഇപ്പൊ ഫയലിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ക്ലിക്ക് ചെയ്യുക, എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏത് ഫയലാണോ ചൂസ് ചെയ്തത് അതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, അത് എന്ത് ചെയ്യുക, ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് റീസെന്റ് ആയിട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യാനും നമുക്ക് വഴികളുണ്ട്. ഫയലിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടാവും റീസെന്റ് ക്ലിക്ക് ചെയ്ത്, ഇതൊക്കെ ഞാൻ ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് വെച്ചാൽ, അതായത് റീസെന്റ് ആയിട്ട് ചെയ്ത ഫയലുകളാണ്. ഇപ്പൊ ഏത് ഫയൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് എടുത്ത ഒരു ഫയൽ ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്താൽ ആ ഫയൽ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും ഒരു ഫയൽ റീസെന്റ് ആയിട്ട് നമ്മൾ ചെയ്തതെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ ക്ലിക്ക് ചെയ്താണ്ടാവും. അതിപ്പം റീസെന്റ് ആയി ചെയ്തൊരു ഫയലായിരുന്നു, അതിനെ ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്ത്. അപ്പോൾ ഓപ്പൺ ചെയ്യുക, ഒന്നില്ല MS ഓഫീസിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഓപ്പൺ എന്ന ഇത് ക്ലിക്ക് ചെയ്യാം. പുതിയ വെർഷനിലാണെങ്കിൽ ഫയലിൽ ഓപ്പൺ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ ഓപ്പൺ ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ കണ്ട്, ഫയലിൽ സേവ് ചെയ്യുന്ന അങ്ങനെ കണ്ട്, ഫയൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫയൽ ക്ലോസ് ചെയ്യാനാണ്. അപ്പം ക്ലോസ് ചെയ്യാൻ ഒന്ന് ഷോർട്ട് കട്ട് ഇതാണത്, നമ്മുടെ ടോപ്പ് റൈറ്റ് വിൻഡോയിൽ ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്താൽ, നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫയലിൽ പോവുക, ക്ലോസ് ഉണ്ടാവും. ആ ക്ലോസ് ചെയ്താൽ എന്തായി, ആ ഫയൽ ക്ലോസ് ആയി. ഇനിയിപ്പോൾ ഈ ഫയൽ നമുക്ക് ക്ലോസ് ചെയ്യണം, എന്ത് ചെയ്താൽ മതി, ഫയലിൽ ക്ലോസ് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഫയൽസ് ക്ലോസ് ചെയ്യല്. ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ അവിടെ ഓൾറെഡി ക്ലോസ് ആയിട്ട് ഇനി പുതിയൊരു ഫയൽ ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഫയലിൽ ക്ലിക്ക് ചെയ്യുക, ഈ ക്ലോസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്താവും, ആ ഫയൽ ക്ലോസ് ആവും. ഇതാണ് ഫയലായിട്ട് അസോസിയേറ്റ് ചെയ്ത ഡിഫറെന്റ് ഓപ്പറേഷൻസ്. ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക, ഓപ്പൺ ചെയ്ത ഫയലിനെ സേവ് ചെയ്യുക, പിന്നെന്താണ് ഫയൽ ക്ലോസ് ചെയ്യുക. അതൊക്കെയാണ് ഫയലായിട്ട് അസോസിയേറ്റ് ചെയ്ത ഡിഫറെന്റ് ഓപ്പറേഷൻസ് വരുന്നത്.